105-ാം വയസ്സിൽ കുഞ്ഞിക്കയുടെ പിറന്നാൾ ആഘോഷം ചുറ്റും കൂടിയ മാലാഖമാരുടെയും ഡോക്ടർമാരുടെയും സാന്നിധ്യത്തിൽ. കുഞ്ഞുമുഹമ്മദിന് വയസ്സ് 105. ജന്മദിനം ആഘോഷിക്കാൻ കുറെ മാലാഖക്കൂട്ടവും. ആശുപത്രി മേധാവി റിയാസ് ഡോക്ടർ കേക്ക് മുറിച്ച് കുഞ്ഞുമുഹമ്മദിന് നൽകി. കഴിഞ്ഞ ദിവസം ശൗചാലയത്തിൽ വീണ് പരിക്കുപറ്റിയ കൈമലശ്ശേരി പാറമൽ കുഞ്ഞുമുഹമ്മദിന്റെ വലതുകാലിന്റെ ഇടുപ്പല്ല് പൊട്ടിയിരുന്നു. ഇടുപ്പല്ലിന്റെ ബോൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. കുഞ്ഞുമുഹമ്മദിന്റെ പ്രായം വലിയ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. ഡോക്ടർ റിയാസിന്റെ നേതൃത്വത്തിലുള്ള ശസ്ത്രക്രിയാ സംഘം മണിക്കൂറുകൾക്കുള്ളിൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. ഇടുപ്പല്ലിന്റെ ബോൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ 2ാം ദിവസം തന്നെ പൂർണ്ണ ആരോഗ്യവാനായി നടക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുഞ്ഞിക്കയും കുടുംബവും ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയത്. ഡോക്ടർ VP റിയാസ്, ഡോക്ടർ അമൽരാജ്, ഡോക്ടർ ജയേഷ്, ഡോക്ടർ ഫിറോസ് എന്നിവരാണ് ശസ്ത്രക്രിയാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ നൌഷാദ് മേനോത്തിൽ, അഖിൽ M നായർ, റാഷി, അശ്വതി, ഹന്നത്ത് എന്നിവർ ചേർന്നാണ് കുഞ്ഞുമുഹമ്മദിന് ജന്മദിന സമ്മാനം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. ഞാൻ ഡോക്ടർ റിയാസ്, ഓർത്തോപെഡിക് സർജൻ, ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം. കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന 105 വയസ്സുള്ള ഉപ്പ നമ്മുടെ ഹോസ്പിറ്റലിൽ വരികയുണ്ടായി. ബാത്റൂമിൽ തല പൊട്ടി, കാല് അന്ന് യാതൊരു കേടുമില്ല. 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് കാലില് തോക്കട് വന്നത്. അദ്ദേഹത്തിന് വീണ് പരിക്ക് പറ്റി ഇടുപ്പല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ മുറിവുകളുണ്ടായിരുന്നു. തലയിലെ മുറിവുകളെല്ലാം അവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇടുപ്പല്ല് അവർക്ക് സർജറി ചെയ്യാൻ ബന്ധുക്കൾക്ക് പേടി കാരണം അവർ ചെയ്തില്ല. അങ്ങനെയാണ് അവർ ഹിൽഫോർട്ട് ഹോസ്പിറ്റലിൽ വരുന്നത്. ഇടുപ്പല്ലിൻ്റെ ബേസിസ് സർവൈക്കൽ ഫ്രാക്ചർ നെക്കോഫിമർ എന്ന് പറയുന്ന ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് 2 രീതിയിൽ ചികിത്സ എടുക്കാം. ഒന്ന് മാറ്റിവെക്കാം, അതല്ലെങ്കിൽ കമ്പിട്ട് ഉറപ്പിക്കാം. കമ്പിട്ട് ഉറപ്പിക്കുകയാണെങ്കിൽ അത് വീണ്ടും നടക്കാൻ കുറച്ച് നാളും കൂടി എടുക്കും. മാറ്റിവെക്കുകയാണെങ്കിൽ അതായത് നേരത്തെ തന്നെ നടക്കാൻ സാധിക്കും. അതുകൊണ്ട് ഹിൽഫോർട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങളത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2ാമത്തെ ദിവസം തന്നെ നടക്കാൻ സാധിച്ചു. 105 വയസ്സായതുകൊണ്ട് തന്നെ അനസ്തീഷ്യ സൈഡിൽ ഒരുപാട് റിസ്കുകളുണ്ട്. അതുകൊണ്ട് സ്പൈനൽ അനസ്തീഷ്യയ്ക്ക് പകരം റീജിയണൽ ബ്ലോക്ക് അനസ്തീഷ്യ മാത്രം കൊടുത്തിട്ടാണ് സർജറി ചെയ്തിട്ടുള്ളത്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും വരുന്ന ആളുകളിൽ ദൈവം അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാലം ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റൽ, സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സെന്റർ, NH തൃശൂർ റോഡ്, കുറ്റിപ്പുറം.